ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം ബ്രഹ്മക്ഷേത്ര ട്രസ്റ്റ് അയ്യപ്പസ്വാമി ക്ഷേത്രം അതിൻ്റെ 61ാമത് പ്രതിഷ്ഠാ വാർഷികം നടക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനായി ഞാൻ ക്ഷണിക്കപ്പെടുമ്പോൾ എന്നെ വിളിക്കാനായി വന്ന അവരോട്, ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാനൊരു പ്രാസംഗികനല്ല, ഞാനൊരു പ്രഭാഷകൻ. എന്തായാലും അവരുടെ ക്ഷണം നിരസിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ നാട്ടിലെ ഭക്തജനങ്ങളെ, സുമനസ്സുകളെ, നിങ്ങൾക്കെന്റെ വിനീത നമസ്കാരം. കേരളത്തില് അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇന്നിപ്പോ ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബ്രഹ്മശ്രീ ക്ഷേത്രം ട്രസ്റ്റ് അയ്യപ്പ ക്ഷേത്രം. കാരണം ഏകശിലയിൽ പരമശിവൻ, ശ്രീ അയ്യപ്പൻ, മോഹിനി വേഷത്തിൽ മഹാവിഷ്ണു, ഇത് അപൂർവമായിട്ടാണ്. ഞാൻ ഈ സങ്കല്പം കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ക്ഷേത്രം ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ ദക്ഷിണ ശബരിമല എന്നറിയപ്പെടുന്ന ഖ്യാതിയിലേക്ക് ഈ ക്ഷേത്രം പോകും എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഞാൻ ഈ അയ്യപ്പ ക്ഷേത്രം ആയതുകൊണ്ട് പൊതുവെ നമ്മൾ ശബരിമലയ്ക്ക് 41 ദിവസത്തെ ഈ വ്രതമൊക്കെ നോറ്റിട്ട് പോകുമ്പോൾ, ശബരിമല കയറുമ്പോൾ അയ്യപ്പന്മാർ വിളിക്കുന്ന ചില ശീലുകളുണ്ട്. കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ? അയ്യനെ കാണാൻ. അയ്യനെ കണ്ടാൽ മോക്ഷം കിട്ടും. എന്തൊരു ശീലമെന്ന് നോക്കിയാൽ, അയ്യനെ കണ്ടാൽ മോക്ഷം കിട്ടും. ഈ മോക്ഷം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നമാണ്. എനിക്ക് മോക്ഷം കിട്ടണം അല്ലേ? നിങ്ങൾക്കും ഇല്ലേ? എനിക്കുണ്ട് മോക്ഷം കിട്ടണം. എന്താണ് മോക്ഷം? മുജ്ജന്മ കർമ്മം, അതിലെ പാപങ്ങൾ, ചെയ്തികൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് നിന്റെ കർമ്മഫലം അനുഭവിച്ചോളാം എന്ന് പറയുന്ന രീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല സത്യത്തിൽ. പക്ഷെ മോക്ഷം നമുക്ക് വേണം എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഹിന്ദു മത ആചാരങ്ങളിൽ മാത്രമാണ് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള വഴികളെ ഇത്രയധികം പറഞ്ഞു തന്നിരുന്നത്. കാരണം നമ്മളൊരു സാധാരണക്കാരന് സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിൽ പോയി തപസ്സിരുന്ന് മോക്ഷം സിദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ പിന്നെ മോക്ഷത്തിലേക്ക് എന്തൊക്കെ വഴികളുണ്ടാവും? അതിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തമിഴിലെ വളരെ പ്രസിദ്ധമായ ഒരു ശീലമാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: തിരുവാരൂരിൽ ജനിച്ചാൽ മുക്തി, കാശിയിൽ മരിച്ചാൽ മുക്തി, തിരുവണ്ണാമലയിൽ നനച്ചാൽ മുക്തി, കാഞ്ചിയിൽ ജീവിച്ചാൽ മുക്തി.
ദേവാരണ്യത്തിൽ നീരാടിയാൽ മുക്തി, ഉത്തര കോശ ഉച്ചത്തിൽ കാൽപാദം പതിഞ്ഞാൽ മുക്തി. ഇനി ഇത് കൂടാതെ നമുക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് വളരെ അതിവിദൂരമല്ലാത്ത സ്ഥലത്ത്, രാമേശ്വരം. അവിടുത്തെ 28 കിണറ്റിൽ നിന്ന് സ്നാനം ചെയ്താൽ മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ പറ്റുന്ന പരിഹാരമായിട്ടാണ് അതിനെ പറയുന്നത്. ഇതിൽ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളാണ്. ഇതില് എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയാനും അതിന്റെ ഐതിഹ്യം പറയാനൊന്നും പ്രത്യേകിച്ചും ഇന്നിനി പറഞ്ഞുള്ള സമയമൊന്നും കാണാൻ തോന്നുന്നില്ല. എങ്കിലും ആദ്യം ഞാൻ പറഞ്ഞ തിരുവാരൂർ ത്യാഗരാജ സ്വാമി ക്ഷേത്രം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ക്ഷേത്രം, തിരുവാരൂർ ത്യാഗരാജ സ്വാമി ക്ഷേത്രം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്താണ്. അത് മാത്രം ഞാനൊന്ന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കാരണം ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് തിരുവാരൂർ ത്യാഗരാജ സ്വാമി ക്ഷേത്രം. 34 ഏക്കറിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. 9 മഹാകവാടങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ പറയപ്പെടുന്ന തിരുവാരൂർ ത്യാഗരാജ സ്വാമി ക്ഷേത്രം. അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഒരിക്കല് ശിവഭഗവാനും പാർവതിയും കൂടെ സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു വില്വ മരത്തിന്റെ താഴെ ഇരുന്നായിരുന്നു. അപ്പൊ ഇത് അറിയാതെ ഒരു കുരങ്ങ് മേളിൽ നിന്ന് ഈ വില്വത്തിന്റെ ഇല ഓരോന്നായി പൊളിച്ച് താഴോട്ടിട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം ഭഗവാന്റെ ദേഹത്തൊന്ന് വീണുകൊണ്ടിരുന്നു, ഒരർച്ചന പോലെ. അപ്പോ കുറെ നേരം ആയപ്പോഴത്തേക്ക് ദേവി നേരെ മുകളിലേക്ക് നോക്കി. അപ്പോഴാണ് കുരങ്ങ് അറിയുന്നത് താൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുരങ്ങ് താഴെ ഇറങ്ങി വന്ന് ഭഗവാൻ ഒരു ക്ഷമ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രീതിയാണ് തോന്നിയത്, കാരണം നീ വില്വത്തിന്റെ അർച്ചനയാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഞാനൊരു വരം തരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ മരിക്കുന്നവരെ അങ്ങേ സ്തുതിച്ച് ജീവിക്കാനുള്ള വരം തന്നാൽ മതി. അങ്ങനെ ഇദ്ദേഹത്തിന് വരം കൊടുത്തു ഭൂമിയിൽ ജനിക്കാനായിട്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ ഇതേ രൂപമാണ് മുഖമായിട്ട് എനിക്ക് വേണ്ടുന്നത്. അങ്ങനെ കുരങ്ങിന്റെ മുഖത്തോടു കൂടി ഭൂമിയിൽ ജന്മമെടുത്ത ആളാണ് മുസുകുന്ദ ചക്രവർത്തി. ആ മുസുകുന്ദ ചക്രവർത്തിയാണ് ഈ ക്ഷേത്രം ചെയ്തത് എന്നാണ് അവിടുത്തെ ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അത് പിന്നീട് 9-ാം നൂറ്റാണ്ടില് ചോള രാജാക്കന്മാര് പുനരാവിഷ്കരണം ചെയ്ത് ഒക്കെയാണ് ഇന്നത്തെ നിലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ്. 17 ഏക്കറാണ് അവിടുത്തെ ക്ഷേത്രകുളം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 17 ഏക്കർ വലുപ്പത്തിൽ ഒരു ക്ഷേത്രത്തിന് കുളം. അതേപോലെ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ തേര് തിരുവാരൂരിലെടുക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞു തിരുവാരൂരിൽ ജനിച്ചാൽ മോക്ഷം. നമുക്കിനി തിരുവാരൂർ പോയി ജനിക്കാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് മോക്ഷം? 2 കാര്യങ്ങളാണ് മോക്ഷത്തിനെ കുറിച്ച് അവിടെ പറയുന്നത്. അതിലൊന്ന്, തിരുവാരൂരിൽ ജനിച്ചില്ലെങ്കിലും അവിടുത്തെ തേര് വലിക്കുമ്പോൾ ആ തേര് വലിക്കാനായി നമ്മൾ എത്തിയാൽ മതി, നമുക്ക് മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തില് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്, ധാരാളം. നമുക്ക് അവിടുത്തെ ഒരു പ്രധാന വഴിപാട് പൂജ എന്ന് പറയുന്നത് ഋണമോചന അഭിഷേകം. ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിൽ ഋണമോചനാഭിഷേകം നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രമായിരിക്കാം ഈ തിരുവാരൂർ ത്യാഗരാജ സ്വാമി ക്ഷേത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പൂജയെ കുറിച്ച്? പൈസ അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രം. എവിടെയെങ്കിലും പൈസ അഭിഷേകം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഋണമോചനം, കടം കയറി
ഒരു നിവൃത്തിയില്ലാതെ ജീവൻ കൊടുക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ള ഒരു സമയമാണിപ്പോൾ. അപ്പൊ അവിടെ പോയിട്ട് ഋണമോചനാഭിഷേകം നടത്തിയാൽ അവന്റെ കടക്കിണിയിൽ നിന്നും അവൻ വിടുതൽ കിട്ടുമെന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യം. എനിക്കറിയാം ധാരാളം ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ധാരാളം പേര് അവിടെ പോകുന്നത്, വീണ്ടും ആ രംഗത്ത് വന്നത് രക്ഷപ്പെട്ടവരുമായ ധാരാളം പേരുണ്ട്. അതേപോലെ കടക്കണിയിലായ ധാരാളം ബിസിനസ്സുകാർ ഒക്കെ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഈ ഋണമോചനാഭിഷേകം നടത്തുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് അമാവാസി ദിവസം മാത്രമാണ് ഋണമോചനാഭിഷേകം അവിടെ ഉള്ളത്. അത് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ഒറ്റ രൂപ കോയിൻ ഒരു മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് നമ്മൾ കറുത്തവാവ് ദിവസം രാവിലെ അവിടെ എത്തിയാൽ രാവിലെ ഏതാണ്ട് 11 അഭിഷേകം അവിടെയുണ്ട്. ഏറ്റവും ഒടുവിലത്തെ അഭിഷേകമാണ് പൈസ അഭിഷേകം. അവര് ഈ നമ്മൾ കെട്ടിക്കൊണ്ടുപോയി കിഴി അഭിഷേകം ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ആരൊക്കെയോ വരുന്നവരെല്ലാരും കൊണ്ടുവരുന്നത് അവിടെ അഭിഷേകം ചെയ്യും. ഈ അഭിഷേകം ചെയ്ത ശേഷം ഈ കിഴി നമുക്ക് തിരിച്ചു തരും. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് അക്ഷരം തയ്യാറാക്കി അതിനുള്ള രീതികളെല്ലാം എല്ലാ ഇൻസ്ട്രക്ഷൻസും അമ്പലത്തിൽ നിന്ന് തരും. അത് വീട്ടിൽ കൊണ്ടുവന്ന് അക്ഷരം തയ്യാറാക്കി അതിൽ വെച്ച് 1 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവിടെ കൊണ്ടുപോയിപ്പിക്കണം. അടുത്ത കർത്തവാകും 1 വർഷം കഴിഞ്ഞിരുന്നു കർത്തവാകും. ഈ 1 വർഷത്തിനകത്ത് തന്നെ നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എന്തായാലും ഇതൊന്ന് ഓർത്തിരിക്കുക. കടം നമുക്കൊക്കെ ഒരു പ്രശ്നമാണ്, പരിഹാരമുണ്ട് കടത്തിന്. ഇനിയുള്ളത് അവിടുത്തെ ഒരു പ്രത്യേകത 365 ദിവസത്തെ സൂചിപ്പിക്കുന്ന 365 ശിവലിംഗ പ്രതിഷ്ഠ ക്ഷേത്രത്തിൽ. നമ്മൾ ഒരു ദിവസം നടന്ന 365 ശിവലിംഗ പ്രതിഷ്ഠ കിട്ടുമോ? പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം 96 എണ്ണം വരെ എനിക്ക് കാണാൻ പറ്റും. രണ്ടാമത് പോയപ്പോ ഏകദേശം 120-122 വേണം. ഇതുവരെ 365 ശിവലിംഗം എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തിനാണത് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ശിവലിംഗം ഏതോ ഒരു ശിവലിംഗം നമ്മുടെ സോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ നമ്മൾ പോയി കണ്ട് നമസ്കരിച്ച ശിവലിംഗം നമ്മുടെ സോളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതാണ് മോക്ഷത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തിയിലേക്ക് ധാരാളം വഴികൾ ഹൈന്ദവ ധർമ്മത്തിലാണുള്ളത്. മറ്റു മതങ്ങളിൽ എത്രയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങളെല്ലാവരും ദേവി ഭാഗവതം വായിച്ചവരാണോ? റെസ്പോൺസ് ഇല്ല. വായിച്ചിട്ടുണ്ടോ? ദേവി ഭാഗവതം വായിക്കണം. അതില് 13-ാം സ്കന്ധത്തില് രുദ്രാക്ഷ മാഹാത്മ്യം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് കൊടുക്കുന്നത്. രുദ്രാക്ഷ മാഹാത്മ്യം എന്താണ്? രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം എന്ന് ശിവന്റെ കണ്ണുനീർ എന്നാണ് രുദ്ര അക്ഷം എന്ന് നമ്മൾ പറയുന്നത്. ശിവൻ കരഞ്ഞിട്ടില്ല, നമ്മൾ അറിവ് കരഞ്ഞിട്ടില്ല. എന്നാൽ താൻ വരം കൊടുത്ത ഒരു അസുരനെ നിഗ്രഹിക്കാനായിട്ട് ദേവന്മാരെല്ലാരെ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഒരു നിമിഷം ശിവഭഗവാൻ കണ്ണടച്ചു. ആ ഒരു നിമിഷത്തിൽ കണ്ണിൽ നിന്നും താഴെ പോയ കണ്ണുനീരിൽ നിന്നും ഉണ്ടായ മരമാണ് രുദ്രാക്ഷ മലർന്നും അതിലുണ്ടാകുന്ന കായ്ക്ക് രുദ്രാക്ഷം എന്ന് പറയുന്നു. ഈ രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഒരു കഥയുണ്ട് കേട്ടോ. കോസലം എന്ന് പറയുന്ന ദേശത്ത് സത്യശീലൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. പേര് പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ആ പേരിനെ ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ജീവിച്ചൊരു നല്ല ചക്രവർത്തി. അദ്ദേഹം ദാനശീലനായിരുന്നു. എല്ലാ അർത്ഥത്തിലും പ്രജകൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അനന്തര തലമുറ വേണം എന്ന് അവിടുത്തെ ആചാര്യന്മാർ അദ്ദേഹത്തോട് പറയുമ്പോഴാണ് വിവാഹം തന്നെ കഴിക്കാൻ മറന്നുപോയ കഥ അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം
സത്യശീലൻ എന്ന് പറയുന്ന രാജാവ് വിവാഹം കഴിച്ചു. വളരെ പ്രായമായതിനു ശേഷമാണ് അദ്ദേഹത്തിന് സന്താനത്തിന് വേണ്ടിയിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി. ഈ പുത്രകാമേഷ്ടി യാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദേവന്മാരെയും ദേവതകളെയും പ്രീതിപ്പെടുത്തിയിട്ട് മാത്രമേ ഈ യാഗം നടക്കത്തുള്ളൂ. അപ്പോ സകല ദേവന്മാരെയും പ്രീതിപ്പെടുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തി. അദ്ദേഹത്തിന്റെ ഒരു മകനെ കിട്ടി. അവന്റെ പേര് ഗുണശീലൻ എന്നാണ്. സത്യശീലന്റെ മകൻ ഗുണശീലൻ. അപ്പൊ അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് ഗുരുകുല വിദ്യാഭ്യാസമാണ്. അന്ന് ഗുരുകുലത്തിലേക്ക് തന്റെ കുഞ്ഞിനെ അയച്ച് അവിടെ ശാസ്ത്രം, തർക്കം, ആയോധന കല തുടങ്ങിയ വിവിധങ്ങളായ കലകളും വിദ്യയും അഭ്യസിച്ച ശേഷം തിരിച്ച് വരും. അന്നത്തേക്ക് ചിലപ്പോൾ ഒരു 16-17 വയസ്സൊക്കെ ആവും. അപ്പൊ ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇത്തിരി പ്രായമാകുകയും ചെയ്തു, കുഞ്ഞിന്റെ ബാല്യം കാണാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഇതുകളൊക്കെ കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിന് വെളിയിൽ ഒരു പർണശാല കെട്ടി. പർണശാല കെട്ടിയിട്ട് ഒരു ഗുരുവിനെയും പത്നിയെയും അവിടെ താമസിപ്പിച്ചു. അങ്ങനെ ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിന് പകരം ഗുരു തൊട്ടടുത്ത് താമസിച്ച് കൊട്ടാരത്തിൽ നിന്ന് ദിവസേന പോയി വരുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളായി ഈ കുഞ്ഞു വളർന്നു. അവൻ എല്ലാ അർത്ഥത്തിലും കേമനായ ഒരു മകൻ. സത്യശീലനേക്കാളിൽ കേമനായിരിക്കും ഗുണശീലൻ എന്നുള്ള അവസ്ഥ നാട്ടുകാർക്ക് തോന്നി തുടങ്ങി. അതേപോലെ തന്നെ ഏകദേശം 10-14 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് യൗവനയുക്തനായ ഒരു യുവാവായിട്ട് അവൻ വളർന്നു കഴിഞ്ഞു. കാരണം എല്ലാ ദേവന്മാരുടെയും പ്രസാദമുള്ളതാണ്. അപ്പൊ ശരീരപുഷ്ടി കൊണ്ടും കായബലം കൊണ്ടും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു യുവാവായി അവൻ മാറിക്കഴിഞ്ഞു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു എല്ലാ ദേവന്മാരുടെയും പ്രീതി. അങ്ങനെ കാമദേവന്റെ പ്രീതിയും കിട്ടിയിട്ടാണ് ഈ പയ്യൻ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ ആഹാര സൗഷ്ഠവം എന്ന് പറയുന്നത് ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളായിരുന്നു. അപ്പൊ ഇവന് ഈ ഒരു പ്രായത്തിലോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് യൗവനയുക്തമായ ചില ചിന്തകൾ അവനിൽ കടന്നുകൂടി. അവൻ ആദ്യം ആഗ്രഹം തോന്നിയത് തന്റെ ഗുരുപത്നിയോടാണ്. അപ്പം പല പ്രാവശ്യം ഇവന്റെ ഇംഗിതം പറയാനായിട്ട് ശ്രമിച്ചു. അപ്പോഴൊക്കെ അത് നമ്മുടെ ഒരു അവസരം വന്നില്ല. അങ്ങനെ ഒരു ദിവസം ഗുരുപത്നിയോട് ഇവൻ തന്റെ ഇംഗിതം തുറന്നു പറഞ്ഞു. ഒരാൾപ്പടെ ഇതായി. അപ്പൊ അവനോട് ചില ഉപദേശങ്ങൾ കൊടുത്തു. ആരാണ് പിതാവ്, ആരാണ് മാതാവ്, ആരാണ് ഗുരു, ആരാണ് ഗുരുപത്നി, ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അതിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരാള് ഇല്ലായിരുന്നുവെങ്കിൽ നിനക്ക് ജന്മമേ ഉണ്ടാവില്ല. അപ്പൊ ഈ ജന്മത്തിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അച്ഛനോടാണ്. അച്ഛനില്ലാതെ ജന്മമില്ലാത്ത ഒന്നുമില്ല. അച്ഛനില്ലെങ്കിൽ ജന്മമേ ഇല്ല. എന്നിട്ട് ആ അച്ഛൻ നമുക്ക് ജന്മം തന്നത് കുറച്ച് നിമിഷങ്ങൾ കൊണ്ടാണ്. എന്നാൽ 9 മാസം നിന്നെ ഗർഭാശയത്തിൽ ഉൾക്കൊണ്ട് നിന്റെ വളർച്ച പൂർത്തിയാക്കി ഈ പ്രപഞ്ചത്തിന് സമ്മാനിച്ച സ്ത്രീയാണ് നിന്റെ അമ്മ. 1 നിമിഷമോ 2 നിമിഷമോ നേരം കൊണ്ട് നിനക്ക് ജീവൻ സമ്മാനിച്ചു എങ്കിൽ 9 മാസം കൊണ്ട് നടന്ന അമ്മയെ നീ എങ്ങനെ ബഹുമാനിക്കണം? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒരിക്കലും വിവേകാനന്ദ സ്വാമി എടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമല്ലേ? രണ്ടുപേരും ഒരുമിച്ചല്ലേ മക്കളെ വളർത്തുന്നത്, പിന്നെ എന്തിനാണ് ഈ അമ്മയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? അപ്പൊ വിവേകാനന്ദ സ്വാമി അവന്റെ അടുത്ത് പറഞ്ഞു, കാരണം അവിടെ കിടക്കുന്ന ആ കല്ലില്ലേ, അതൊരു 3 കിലോ വരും. അതെടുത്ത് നിന്റെ മടിയിലൊന്ന് കെട്ടിവെക്കുക. നീ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. അദ്ദേഹം വൈകിട്ടത്ത് കല്ലും കെട്ടിപ്പോയി. 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പറയാം, ഗുരു ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല.
അപ്പൊ ഗുരു പറഞ്ഞു, ഇതാണ് അമ്മയുടെ സ്ഥാനം. ഒരു 4 കിലോ മടിയിൽ വെച്ചിട്ട് 4 മണിക്കൂർ പറ്റാത്തതാണ് 9 മാസം ഒരു മാതാവ് ഈ സഹിച്ചത്. അങ്ങനെയെങ്കിൽ ഈ അച്ഛൻ നിനക്ക് തന്ന ജീവൻ ഈ പ്രപഞ്ചത്തിലെ ജീവനാണ്. എന്നാൽ നിന്റെ ആത്മാവിന് ജീവൻ തരുന്നത് ഗുരുവാണ്. അപ്പോ അച്ഛനും അമ്മയ്ക്ക് നീ ആ സ്ഥാനം കൊടുക്കാമെങ്കിൽ ആത്മാവിന് ജീവൻ തരുന്ന ഗുരുവിന്റെ വില ഇവിടെ നിൽക്കുന്നു. അങ്ങനെയുള്ള ഗുരുവിന്റെ പത്നിയോടാണ് നീ ഇത് പറഞ്ഞിരുന്നത്. ഈ കാമം ഗ്രസിച്ച് നിൽക്കുമ്പോ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും കയറില്ലല്ലോ. അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി, ഇത് അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഗുരുപത്നി എന്തു ചെയ്തു? ഗുരുവിന്റെ അടുത്ത് കാര്യം അവതരിപ്പിച്ചു. ഇങ്ങനെ ഗുണശീലം ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഗുരു ഇവനെയും കൂട്ടി കാട്ടിൽ പോയി. അവനോട് കുറെ ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട്. അവൻ ഒരു കാര്യം മനസ്സിലായി, ഗുരു ജീവനോടെ ഉണ്ടെങ്കിൽ തന്റെ ഇംഗിതം നടക്കില്ല. ആ വിവരം മനസ്സിലാക്കി അവൻ കാട്ടിൽ വെച്ച് ഗുരുവിനെ കൊന്നു. ഗുരുവിനെ കൊന്നിട്ട് തിരിച്ചു വന്ന് ഗുരുപത്നിയെ ബലാത്കാരമായി പ്രാപിച്ചു. ബലാത്കാരമായി പ്രാപിച്ച വിവരം പെട്ടെന്നാണ് കൊട്ടാരത്തിൽ അറിഞ്ഞത്. കൊട്ടാരത്തിൽ നിന്ന് വിളിപ്പിച്ചു. കൊട്ടാരത്തിൽ നിന്ന് വിളിപ്പിച്ചപ്പോൾ ഇദ്ദേഹം കൊട്ടാരത്തിൽ ചെന്നു. ശിക്ഷ ഉറപ്പാണ്. കാരണം സത്യശീലനാണ് അച്ഛൻ. സത്യനീതി ധർമ്മത്തിനെതിരെ ഒരു കാരണവശാലും ചിന്തിക്കുകയും ചെയ്യാത്തൊരു പിതാവ്. ഇവൻ നേരെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടപ്പുറത്തിരുന്ന മന്ത്രിയുടെ ഉടവാള് വലിച്ചെടുത്തിട്ട് സ്വന്തം പിതാവിന്റെ ഗളച്ഛേദം നടത്തി. അപ്പുറത്തിരുന്ന മാതാവിന്റെയും. എന്നിട്ട് ഈ രാജാവിന്റെ തലയിൽ ഇരുന്ന കിരീടം സ്വയം തലയിലെടുത്ത് വെച്ചിട്ട് സ്വയം രാജാഭിഷിക്തനായി. അദ്ദേഹത്തിന്റെ പേരാണ് ഗുണശീലൻ. അപ്പൊ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ നാട്ടുകാർ ഇദ്ദേഹത്തെ വെറുത്തു. കാരണം മദ്യം, മദിരാശി, ഇദ്ദേഹത്തിന്റെ ശീലങ്ങളെല്ലാം വളരെ മോശമായ ശീലങ്ങളായിരുന്നു. അങ്ങനെ നിവൃത്തിയില്ലാതെ നാട്ടുകാരെല്ലാം കൂടി ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഓടിച്ചു. കല്ലെറിഞ്ഞ് ഓടിച്ച ഇദ്ദേഹം നേരെ കാട്ടിലേക്കാണ് പോയത്. കാട്ടിൽ ചെന്ന ജീവിക്കണ്ടേ. അപ്പൊ കാടുകളിൽ കൂടെ വരുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തി അവരെ കൊള്ളയടിച്ച് അവര് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ സ്വീകരിച്ച് അങ്ങനെ കാട്ടിൽ നിൽക്കുന്നു. അപ്പൊ ഈ ജനങ്ങൾ എറിഞ്ഞു ഓടിച്ച സമയത്ത് ദേഹത്തുണ്ടായ മുറിവുകളൊക്കെ വ്രണമായി മാറി. അങ്ങനെ ശരീരം പൂർണ്ണമായി വ്രണം വന്ന് പഴുത്ത് അദ്ദേഹം കാട്ടിൽ കിടന്ന് മരിക്കുകയുണ്ടായി. ഇപ്പൊ സാധാരണ നമുക്കറിയാം, നമ്മുടെ സങ്കല്പങ്ങളനുസരിച്ച് ഈ പാപങ്ങൾ മാത്രം ചെയ്തു കൂട്ടിയ പാപങ്ങൾ അറിയാമല്ലോ. പാപങ്ങൾ മാത്രം ചെയ്തു കൂട്ടിയ ഒരാൾക്ക് മോക്ഷമുണ്ടോ? നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും മോക്ഷമുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും യമകിങ്കരന്മാർ വന്ന് യമലോകത്തേക്ക് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവരുടെ കർമ്മങ്ങൾ നടത്തുകൊണ്ടിരിക്കുമ്പോൾ ശിവഭൂതഗണങ്ങൾ അവിടെ എത്തി. ശിവസന്നിധിയിലാണ് മോക്ഷം പറയുന്നത്. ഇപ്പൊ ശിവഭൂതഗണങ്ങൾ അവിടെ എത്തിയിട്ട് അപ്പൊ അവര് ഇവർ ചോദിച്ചത്, നിങ്ങൾ എന്തിനാ വന്നേ? കാരണം ഇവൻ ചെയ്തു കൂട്ടിയേക്കുന്ന പാപങ്ങൾക്ക് ഇനി എത്ര ജന്മം എടുത്താലും ഇവൻ യമലോകത്ത് തന്നെയായിരിക്കും. ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവൻ ബലാത്കാരമായിട്ട് ഗുരുപത്നിയെ പ്രാപിച്ചു, പിതാവിനെ കൊന്നു, മാതാവിനെ കൊന്നു, നാട്ടുകാരെ മുഴുവൻ കൊള്ളയടിച്ചു. ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു മനുഷ്യ ജന്മത്തിൽ എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്യാമോ അത് മുഴുവൻ ചെയ്ത ഒരുത്തനാണ്. നിങ്ങൾ എന്തിനാണ് വന്നത്? ശിവശങ്കരന്മാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഇവൻ ഇതുവരെ ഒരു നന്മയും ചെയ്തിട്ടില്ല, താൻ ചെയ്തത് മുഴുവൻ കുഴപ്പമാണ്. പക്ഷെ ഇവന് മോക്ഷമാണ് നീ ചെയ്യുന്നത്, ഇവന് മോക്ഷമാണ് നീ ചെയ്യുന്നത്.
അപ്പോ ശിവ നമ്മളോട് എന്തുകൊണ്ടാണ് ഇവനെ മോശം വെച്ചിരുന്നത്? അപ്പൊ ശിവകിങ്കരന്മാർ പറഞ്ഞു, അവനീ കിടക്കുന്ന സ്ഥലമില്ലേ, ആ മൃതദേഹം അവിടെ നിന്നും മറിച്ചിട്ടിട്ട് ഒരു 10 അടി നിങ്ങൾ കുഴിച്ചു നോക്കൂ, അവിടെ ഒരു രുദ്രാക്ഷക്ക കിടപ്പുണ്ട്. അത് മാത്രം മതി ഇവനെ മോക്ഷത്തിന്. ആ രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം അറിയാം. നമ്മൾ കിടക്കുന്നിടത്തു നിന്നും 10 അടി ദൂരെ ഒരു രുദ്രാക്ഷം കിടന്നിട്ടും ഈ കണ്ട എല്ലാ മോശപ്രവൃത്തികൾ ചെയ്ത ഒരുത്തിനു പോലും മോക്ഷമാണ് കിട്ടിയത്. അപ്പോ മോക്ഷത്തിന് പല വഴികൾ നമ്മളുടെ ഹൈന്ദവ ആചാരങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, കുറെ ക്ഷേത്രങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അതില് കാഞ്ചിയിൽ ജീവിക്കുന്നത് മോക്ഷം എന്ന് പറയുന്നു. നമുക്കെല്ലാവർക്കും കാഞ്ചിയിൽ പോയി ജീവിക്കാൻ പറ്റുമോ? പക്ഷെ അതിനൊത്തിരി വഴികൾ അവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളിൽ പറയുന്നു. തിരുവണ്ണാമലയിൽ നനച്ചാൽ മുക്തി എന്നാണ് പറയുന്നത്. തിരുവണ്ണാമലയിൽ പോകാമെന്ന് മനസ്സിൽ തീരുമാനിക്കുന്നത് പോലെ മുക്തി എന്നാണ് പറയുന്നത്. എന്തെല്ലാം രീതിയിലാണ് മുക്തിക്കുള്ള മാർഗങ്ങൾ കിടക്കുന്നത്. അപ്പോ വേറെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട്. തമിഴ്നാട്ടിലാണ് കൂടുതലും. എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യയിൽ ഇത്രയധികം ക്ഷേത്രങ്ങള് ആചാരങ്ങളോട് കൂടിയ ക്ഷേത്രങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. എങ്കിലും നമ്മൾ ഈ മോക്ഷത്തിന്റെ വഴി തേടി ഒന്ന് ഇറങ്ങിയാൽ നമുക്ക് ധാരാളം മോക്ഷത്തിനുള്ള വഴികൾ തുറക്കപ്പെടും. ഇപ്പോ നേരത്തെ ഞാൻ ഈ ഗുണശീലനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മുടെ നാട് ഇത്തരം ഗുണശീലന്മാരെ കൊണ്ട് സമ്പന്നമാണ്. ഒരു ദിവസം പോലും പത്രം രാവിലെ തുറക്കാൻ പറ്റത്തില്ല, TV കാണാൻ പറ്റത്തില്ല, ഭയത്തോടു കൂടിയാണ് വാർത്തകൾ കാണുന്നത്. ഇന്നിനി എന്താ സംഭവിച്ചത്? ഇന്ന് ഞാൻ ഉച്ചയ്ക്കൂടെ വരുന്നതിനകത്ത് 3 കൊലപാതകങ്ങൾ. കേരളം എങ്ങോട്ടാ പോകുന്നത് നമുക്ക് സംശയം തോന്നുന്നു. നമ്മളെ ബാക്കിയുള്ള എല്ലാ മേഖലയിലും മുമ്പോട്ട് പോകുമ്പോൾ എവിടെയാണ് നമ്മുടെ തലമുറ എന്തിനാൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇപ്പോഴിറങ്ങുന്ന സിനിമകൾ തീർച്ചയായിട്ടും അവരെ സ്വാധീനിക്കുന്നുണ്ട്. വയലൻസിന്റെ മൂർത്തിമത് ഭാവമാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ്, സത്യത്തിൽ അവര് ബ്രേക്ക് ചെയ്യുന്നത് ന്യൂസ് അല്ല, നമ്മുടെ മനസ്സിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. പത്രത്തിലെ പ്രധാന വാർത്തകൾ ഇത് തന്നെയാണ്. ഏതെങ്കിലും പത്രക്കാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ എന്റെ ഈ ഒരു റിക്വസ്റ്റ് കേൾക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഓരോ മലയാള ദിനപത്രത്തിന്റെയും ഏറ്റവും ഫ്രണ്ട് പേജിൽ നിന്ന് കഴിയുമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ന്യൂസ് കൊടുത്തു, നമ്മൾ 2ാമത്തെ പേജ് വായിച്ചോളാം. പക്ഷെ രാവിലെ തുറക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അന്നത്തെ ദിവസം നഷ്ടപ്പെടുക. അതേപോലെയാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ്. നിങ്ങൾ താഴെ എഴുതി കാണിച്ചു. ഇത് കാണിക്കുന്നത് എന്തിനാ? ഏതെല്ലാം രീതിയിലാണ് ഇവിടെ നടക്കുന്ന മർഡറുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടാണ് ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പുതുതലമുറയിൽ എന്ത് പറയാനാണ്? പുതുതലമുറ അങ്ങനെ ആയെങ്കിൽ അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരാള് പോലും ജനിക്കുന്നത് ക്രിമിനൽ ആകാൻ വേണ്ടിയിട്ടല്ല, ക്രിമിനൽ ആയിട്ടും അല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു കുഞ്ഞിനെ പോലും നമ്മൾ LKG വിടുന്നു, അല്ലെങ്കിൽ 2ാം ക്ലാസ് വിടുന്നു, 5ാം ക്ലാസ് വിടുന്നു, അവൻ ക്രിമിനൽ ആകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വിടുന്നത്. പക്ഷെ അവൻ ക്രിമിനലായി മാറുന്നെങ്കിൽ അതിന്റെ കാരണം നമ്മൾ സ്വയം ചിന്തിക്കണം. എന്താണ് ഇതിന്റെ കാരണം? കഴിഞ്ഞ ദിവസം ഒരച്ഛൻ തുറന്നു പറച്ചിൽ നിങ്ങൾ കേട്ടിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ മകൻ പോലീസ് പിടിച്ചു. രാസലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അവൻ തിരിച്ചു വരാമെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കാണിച്ച ആ മാനസിക കരുത്തുണ്ടല്ലോ, ആ മാനസിക കരുത്ത് മാതാപിതാക്കളായി നമുക്ക് ഉണ്ടാകും. സമൂഹ മാധ്യമങ്ങളിൽ വെറുതെ ഇട്ട് അലക്കാനായിട്ട് ഉപയോഗിച്ചു.
എന്താണെന്ന് അറിയില്ല. മനുസ്മൃതിയിൽ ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. പിതോ രക്ഷതി ബാല്യേ ഭർത്രോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹത. ഈ സ്ത്രീ സ്വാതന്ത്ര്യമർഹത മാത്രമേ ഇവിടെ അലക്കാൻ അവർക്ക് പറ്റുള്ളൂ. ഇത് ഇതിന്റെ സൂചനയാണ് പറഞ്ഞേക്കുന്നത്. പിതോ രക്ഷതി ബാല്യേ, ബാല്യത്തിലുള്ള ഒരു പെൺകുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പുത്രനെ സംരക്ഷിക്കേണ്ടുന്ന ചുമതല പിതാവിനാണ് എന്ന് ചൂണ്ടിക്കാണിക്കണം. പിതാവിനോടുള്ള നിർദ്ദേശമാണ് പിതോ രക്ഷതി ബാല്യേ. തന്റെ മകൾ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടും അന്യ വീട്ടിൽ പോവുകയോ അന്യ വീട്ടിൽ പോയി കിടക്കുകയോ അവിടുന്ന് സാധനം മേടിക്കുകയോ അവളുടെ കാര്യങ്ങൾ നടക്കാതെ പോവുകയോ ചെയ്യാൻ പാടില്ല. അതൊരു പിതാവിന്റെ അനാസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ പിടിപ്പുകേടായിരിക്കാം. അതിന് പിന്നീട് നമ്മൾ കൊടുക്കുന്ന വില വളരെ വലുതായിരിക്കും. അതേപോലെ ഇത് മാത്രം മുമ്പേ ഞാൻ പറഞ്ഞതിന് ഇത് ആനുകൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ആ പിതാവ് പറഞ്ഞത് എനിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല, തിരക്ക്. നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ മുറി പരിശോധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങള് രാവിലെ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. നിങ്ങൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് സംവദിക്കാറുണ്ടോ? അവന്റെ ബാഗിൽ എന്താണ് അവൻ കൊണ്ടുവരുന്നത്, എന്താണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിന്നും പൈസ കുറവ് പോകുന്നുണ്ടോ? പൈസയൊക്കെ എണ്ണി സൂക്ഷിക്കുക. ഇത് കുറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ അടുത്ത് സംവദിക്കണം. അതേപോലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പബ്ലിക്കിൽ ഇറക്കാത്തത് ഭയങ്കര കഷ്ടമാണ്. ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നു. ഇപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പറയും ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല. അങ്ങനല്ല, ഈ സമൂഹത്തിൽ കുഞ്ഞുങ്ങളെ ഇറക്കണം. എന്തിനാന്നറിയാമോ? അവനെ തിരിച്ചറിയണം. അവൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനാണെന്ന് അറിയുന്നു എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കും വീട്ടിലറിയുമെന്ന്. ഇന്നിപ്പോ വീട്ടിലറിയില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല. ഹെൽമെറ്റ് വെച്ചോണ്ട് ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ആരാ ഹെൽമെറ്റ് കൂടെ പുറകിരിക്കുന്നത് പോലും നമുക്കറിയില്ല. അപ്പോ ഈ ഏറ്റുപറച്ചിലുകൾ നടക്കുമ്പോൾ മാതാപിതാക്കൾ സ്വയം വിമർശിക്കണം. ഇന്ന് നമ്മൾ മാതാപിതാക്കൾ, ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയാമോ? ഞാൻ അനുഭവിച്ച ദുഃഖം എന്റെ മക്കൾ അറിയുന്നു. എന്തൊരു തെറ്റായ പ്രവണതയാണ്. നമ്മൾ അനുഭവിച്ച ദുഃഖം നമ്മുടെ മക്കളല്ല, പിന്നെ ആരാ അറിയണ്ടേ? കുഞ്ഞുങ്ങളെ ദുഃഖവും ദുരിതവും എന്താണെന്ന് അറിയിച്ചു വളർത്തുക. അതിന്റെ കുറവുകളാണ് ഈ പറഞ്ഞ് കാണുന്നതൊക്കെ. അവർ സുഖലോലുപതയിലാണ് പുതിയ ജനറേഷൻ ജീവിക്കുന്നത്. അവർക്കൊന്നിനും കുറവില്ല. ഒന്ന് ചോദിച്ചാൽ രണ്ട് കിട്ടും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് 5 പിള്ളേർ 6 പിള്ളേരുണ്ടായിരുന്നു. ഒരാളുടെ ആയിരിക്കും വരുമാനം. അത് ഈ 5 പേർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. ഇന്ന് മാതാവിനും പിതാവിനും ജോലിയുണ്ട്. അവർക്ക് ഒരു മകളോ ഒരു മകനെ കാണത്തുള്ളൂ. അപ്പൊ ഈ 2 പേരുടെ വരുമാനം ഒരാളിലേക്ക് പോകും. അപ്പൊ സമ്പന്നതയുടെ നടുവിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുറവുകൾ അറിയത്തില്ല, കുറവുകൾ അറിയിച്ചു വളർത്തണം. 2, ഭർത്രോ രക്ഷതി യൗവനെ. യൗവനത്തിലിരിക്കുന്ന തന്റെ ഭാര്യയെ ഭർത്താവ് സംരക്ഷിക്കുന്നത് ഭർത്താവിന്റെ ചുമതലയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. വളരെ ചിരിക്കാവുന്ന ഒരു മഹാഭാരതത്തിലൊരു യുദ്ധം ഉണ്ടാകുന്നത് തന്നെ എന്തുകൊണ്ടാണ്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന പാഞ്ചാലിയെ കൗരവ സഭയിൽ അപമാനിക്കപ്പെട്ടു. യൗവനയായ യുക്തയായ ഒരു സ്ത്രീ അങ്ങനെ ഒരു വേദിയിൽ അപമാനിക്കപ്പെട്ടപ്പോൾ ഒരു ഭർത്താവിന്റെ ചുമതല അവിടെ നടന്നിരുന്നുവെങ്കിൽ ഒരു മഹാഭാരത യുദ്ധം ഒഴിവായിരുന്നു. മനു എന്ന് പറഞ്ഞതാണ്, കാലിക പ്രസക്തി ഉള്ളതാണ് മനു എന്ന് പറഞ്ഞത്. പുത്രോ രക്ഷതി വാർദ്ധക്യേ. ഒരു പുത്രന്റെ ധർമ്മമാണ്, കടമയാണ് വാർദ്ധക്യത്തിൽ അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത്. വാർദ്ധക്യത്തിൽ അമ്മയെ സംരക്ഷിക്കുന്നത് ഇന്ന് നമുക്കറിയാം.
പ്രായമായി കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളില്ലേ, അപ്പനെ അമ്മയെ ഇറക്കി വിട്ടു, അകത്തുനിന്ന് പൂട്ടി. എല്ലാരും തിരക്കിട്ട ജീവിതത്തിലാണ്, മാതാപിതാക്കളെ നോക്കാൻ സമയമില്ല. വാർദ്ധക്യം ഒരു ശാപമാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. നമ്മൾ ചിന്തിക്കണം. എൻ്റെ ഈ അടുത്ത സമയത്ത് ഒരു വൃദ്ധസദനത്തിൽ പോകാനാണ് വന്നത്. പ്രായമായ അമ്മച്ചിമാരാണ്, അപ്പച്ചന്മാരാണ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനതൊരു അമ്മച്ചിക്കാണ്ടി ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാണ് മൊത്തത്തിലൊരു കാര്യങ്ങളൊക്കെ? ആ അമ്മച്ചി എന്നോട് പറഞ്ഞ മറുപടി കണ്ണ് നിറയാതെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ആ അമ്മച്ചി പറഞ്ഞ എന്താ അറിയോ, മോനെ, ഒരു സ്ത്രീയുടെ ഏറ്റവും വേദനാജനകം ആയ കാര്യമാണ് അവളുടെ പ്രസവം. പ്രസവ വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു വേദനയില്ല. പക്ഷെ ഞാൻ ഇന്ന് അതിലും വലിയ വേദനയാണ് അവഗണന മൂലം. ഞാൻ 6 പെറ്റ കുഞ്ഞുങ്ങളെ അവഗണന മൂലം വിളിക്കുന്നു. പ്രസവ വേദനയേക്കാൾ വേദനയാണ്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ചു. അപ്പൊ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടുന്നത് നമ്മളുടെ കടമയാണ്. ഇതെന്ന് ആര് പറഞ്ഞു? മനു പറഞ്ഞു. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യം അർഹത. ഈ 3 കാര്യങ്ങൾ, അതായത് ബാല്യത്തിൽ കുഞ്ഞുങ്ങൾ അന്യവീട്ടിൽ പോകാനോ, അന്യവീട്ടിൽ നിന്ന് സാധനം മേടിക്കാനോ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാനോ ആ സ്വാതന്ത്ര്യം അവർക്കില്ല. യൗവനയുക്തിയായിരിക്കുന്ന സമയത്ത് അവളെ പരിപോഷിപ്പിക്കേണ്ട ഭർത്താവ് അത് ചെയ്യാതെ ഇരുന്നാൽ അവൾ വേറെ എന്തെങ്കിലും ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അമ്മയായി കഴിഞ്ഞാൽ ഒരു പുത്രൻ സംരക്ഷിക്കണം. മറ്റൊരുത്തന്റെ വീട്ടിൽ അനാഥാലയത്തിൽ പോയി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നാണ് പറഞ്ഞത്. കാലിക പ്രസക്തി ഉള്ളതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും അന്ന് പറഞ്ഞു വെച്ചിരുന്ന കാര്യം. നമുക്ക് പല വിഷയങ്ങളിലും നമുക്ക് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലെ, സ്ട്രെസ്സും ടെൻഷനും. നമ്മളിപ്പോ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്, ഭയങ്കര സ്ട്രെസ് ആവും, എന്തോ ഒരു ടെൻഷനാണ്. ഈ വാക്കുകളൊക്കെ ഇന്ന് സർവ്വസാധാരണമായി പ്രയോഗിക്കപ്പെടുന്ന കാര്യമാണ്. ഈ സ്ട്രെസ്സും ടെൻഷനും വന്നാലുള്ള കുഴപ്പം എന്താണ്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കപ്പെടാം? നമുക്കറിയാം, നമ്മളുടെ ഓരോ തരം ആക്ഷനിലും നമുക്ക് ഓരോ തരം എൻസൈംസ് ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നതായിട്ടറിയാം. സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, സന്താപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ, ഇങ്ങനെ ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിൽ ഓരോ തരത്തിലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ സ്ട്രെസ്സും ടെൻഷനും വരുമ്പോൾ ഉണ്ടാകുന്ന എൻസൈം എന്ന് പറയുന്നത് നെഗറ്റീവ് എൻസൈമാണ്. നമുക്കറിയാം, നമ്മൾ ഭയങ്കര ദേഷ്യത്തിലോ സങ്കടത്തിലോ സ്ട്രെസ്സിലോ ഒക്കെ ഇരിക്കുമ്പോൾ ഒരാളൊരു തമാശ പറഞ്ഞാൽ നമുക്കത് സൂചിപ്പിക്കും, നമുക്കൊട്ടും ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ സ്ട്രെസ്സും ടെൻഷനും തരുന്നത് നെഗറ്റീവ്. അതുകൊണ്ടാണ് സ്ട്രെസ്സും ടെൻഷനും ഉള്ള സമയത്ത് വരുന്ന രോഗിയാകും. ഈ രോഗാവസ്ഥയിൽ അവർക്ക് കൊടുക്കുന്ന മരുന്ന് പോലും അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല. കാരണം നെഗറ്റീവ് എൻസൈമാണ് കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളതല്ലേ? അത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ. മറ്റ് ദൂഷ്യഫലങ്ങളില്ലാത്ത ഒരു മരുന്ന് ഞാൻ പറയാം. നമുക്കറിയാം, നമുക്ക് നമ്മുടെ 2 തലമുറയ്ക്ക് മുമ്പോട്ടുള്ള അമ്മച്ചിമാരെ ആർക്കെങ്കിലും ഒക്കെ ഓർമ്മ കാണുമല്ലോ. അതില് ഈ ക്രിസ്ത്യൻ സ്ത്രീകള് കുണുക്ക് ധരിക്കുമായിരുന്നു, ഹിന്ദു സ്ത്രീകള് തോട ധരിക്കുമായിരുന്നു, മുസ്ലിം സ്ത്രീകള് അലിക്കത്ത് ധരിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജാതി മത വ്യത്യാസമന്യേ എല്ലാ സ്ത്രീകളുടെയും കാത് ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ അറിയാമല്ലോ, 10, 16 പ്രസവം. പുരുഷന്റെ പ്രാമാണ്യത്തിൽ ഭയങ്കരം. ഭർത്താവിന്റെ കൂടെ ഭാര്യ വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഭർത്താവ് നടന്ന് ആ നിഴലിൽ ചവിട്ടാതെ നടക്കണം. സ്ത്രീകൾ വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞോണം. അന്തർജനം,
അകത്ത് മാത്രം ഇരിക്കുകയാണ്. അതിനാണ് പണ്ട് 4 കെട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രീകൾ അത്തൊക്കെ തന്നെ ഇരുന്നാൽ മതി, പുരുഷന്മാർ കാര്യം നടന്നു. അന്ന് ഇത്രയും പ്രയാസങ്ങളുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ 10ഉം 12ഉം പ്രസവം കഴിഞ്ഞ് ആ സ്ത്രീകളൊക്കെ എന്ത് സന്തോഷവതികളായിരുന്നല്ലേ. ഇന്ന് ആദ്യത്തെ പ്രസവം കഴിഞ്ഞിട്ട് ഒരു പ്രസവം കൂടെ എന്ന് പറഞ്ഞാൽ മതി, എന്റെ കുടുംബജീവിതം അവരോട് തീരും. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളത്. അപ്പോ അന്ന് സ്ത്രീകള് ഇതെല്ലാം ക്ഷമിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മുടെ യുഗപുരുഷന്മാരെ കുറിച്ച് പറയാം. ലോകത്തില് ഏറ്റവും വലിയ ത്യാഗിയാണെന്ന് നമ്മൾ അറിയപ്പെടുന്നതാണ് ജീസസ് ക്രൈസ്റ്റ്. അതേപോലെ ബുദ്ധൻ, ശ്രീബുദ്ധൻ, ശ്രീ നാരായണ ഗുരു, ഇവരൊക്കെ ആചാര്യന്മാരാണ്. ഞാൻ ഈ പറഞ്ഞ 3 പേരും ഈ സ്റ്റേജിലുണ്ടെന്ന് വെച്ചു, ദൂരെ നിന്ന് കാണുമെന്ന് വെച്ചു. ഈ 3 പേരിൽ ഒരാൾക്ക് രൂപത്തിലൊരു വ്യത്യാസമുണ്ട്. ആർക്കാണെന്ന് പറയാമോ? സാധാരണ കാണുന്ന മുഖത്തിൽ നിന്നും വ്യത്യാസമുള്ള ഒരു മുഖം. ഞാൻ ഈ പറഞ്ഞ യേശു ക്രിസ്തു, ശ്രീബുദ്ധൻ, ശ്രീനാരായണ ഗുരു, ഒരാൾക്കും. അത് മറ്റാർക്കുമല്ല, ക്ഷമാശീലനായ ബുദ്ധൻ എന്നു പേരുള്ള ബുദ്ധൻ. ബുദ്ധന്റെ ചെവി തോൾ വരെ താഴെ. അപ്പൊ ചെവിയും ക്ഷമയുമായിട്ട് ഒരു ബന്ധമുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചെവിയും ക്ഷമയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളുടെ പൂർവികരെല്ലാം അവരുടെ ചെവി കർണാഭരണങ്ങൾ, വലിപ്പമുള്ളതും ഭാരമുള്ളതുമായ കർണാഭരണങ്ങൾ ധരിച്ച് ചെവി തോട് വരെ തൂക്കുമായിരുന്നു. ഇന്ന് നമുക്ക് ആ ക്ഷമാശീലമുണ്ടോ എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കാനായിട്ട് ഹൈന്ദവ ആചാരങ്ങൾ ഒരു ആചാരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, ഏത്തവിടുക. ഏത്തവിടുന്നതിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നതിന് 2 കൈയും പിണച്ച് ചെവിയുടെ താഴെ പിടിച്ച് മുട്ടുകൾ 2ഉം നിലത്തു പൊക്കി പൊങ്ങാനാണ് പറയുന്നത്. ശരീരത്തിലെ എല്ലാ നാഡി ഞരമ്പുകളും വരും, നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കുറയും. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. യഥാർത്ഥത്തിൽ ഏത്ത വിടുന്നത് കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ വരണം, പുറകെ നിൽക്കണം നമ്മൾ. അപ്പൊ അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭക്തന്മാർ ഏത്ത വിടുന്നത് കാണണം. വിരലുകൾ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഭഗവാനോട് ഇങ്ങോട്ട് വന്നത് ഈ രീതിയിലാണ് ഏത്ത. അത് ആലോചിച്ച് നോക്കി, ഏത്ത വിടേണ്ട രീതികൾ ഇതെല്ലാം ഹൈന്ദവ ധർമ്മത്തിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് പ്രസാദം തരും, അല്ലേ? പ്രസാദം തരത്തില്ലേ? തീർത്ഥം. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവിടെ ഹോളി വാട്ടർ മേടിക്കാൻ കിട്ടും. 10 ml ഹോളി വാട്ടറിന് ഇംഗ്ലണ്ടിൽ വില 5 പൗണ്ടാണ്. 10 ml 5 പൗണ്ട്. നമുക്കിവിടെ ഒരു പ്രാവശ്യം ഈ എടുത്തു തരുന്ന എത്ര ml ആണെന്ന് അറിയാമോ? അതിന്റെ വാല്യൂ അറിയാമോ? ആലോചിച്ചെങ്കിൽ എന്തുമാത്രം എനർജി സ്റ്റോർ ചെയ്ത ഒരു തീർത്ഥമാണ് നമുക്ക് തരുന്നത് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് അജ്ഞരാണ്. അതായത് പലതരം എനർജികളെ കുറിച്ച് നമുക്കറിയാം. കൈനറ്റിക് എനർജി ഉണ്ട്, അല്ലേ? കോസ്മിക് എനർജി ഉണ്ട്, ധാരാളം എനർജികളുണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാതെ ഒരു സ്പിരിച്വൽ എനർജി കൂടെ ഉണ്ട്. നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്തതാണ് ഈ പറയുന്ന സ്പിരിച്വൽ എനർജി. ആ സ്പിരിച്വൽ എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോ ഈ പ്രപഞ്ചത്തിൽ പലയിടത്തും സ്പിരിച്വൽ എനർജികൾ പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ സുനാമി വന്നില്ലേ? സുനാമി വന്നിട്ട് വേളാങ്കണ്ണി പള്ളി അതിന്റെ ചുറ്റും എടുത്തോണ്ടുപോയി. പക്ഷെ ആ സ്പിരിച്വൽ എനർജി പാസ് ചെയ്യുന്ന വേളാങ്കണ്ണി പള്ളി അതിലിരുന്ന ആളുകൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഒത്തിരി അടുത്ത് സ്പിരിച്വൽ എനർജി പാസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിട്ടും നമ്മളെല്ലാം ശബരിമലയ്ക്ക് വരുന്നത്?
ഇവിടെയൊക്കെയും ഇത്തരം എനർജി ലെവൽസിന്റെ വ്യത്യാസമുണ്ട്. ഇത് അളക്കാൻ നമുക്ക് മെഷറിംഗ് ടൂൾസ് ഇല്ല, ഇതിന്റെ മെഷറും അറിയില്ല. അപ്പോ ഒരമ്പലത്തില് തന്നെ പോറ്റി വെളിയിൽ വരുമ്പോൾ മാറി നിൽക്ക് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോറ്റിക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും, അല്ലെ? നമ്മുടെ ചോദ്യത്തിൽ പോറ്റിക്ക് എന്താ കൊമ്പുണ്ടോ? കൊമ്പുണ്ട്, എന്ത് കൊമ്പാണെന്ന് അറിഞ്ഞാൽ മതി. അതായത് അതിനെ ഏതെല്ലാം രീതിയിലാണ് നിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. ജാതി വ്യവസ്ഥ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ കൊണ്ടൊന്നുമല്ല, അതിനകത്ത് സയൻസ് മനസ്സിലാക്കിയാണ് നമ്മൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ രാത്രിയിൽ നടന്നു പോകുമ്പോൾ നമുക്ക് ഇരുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടോർച്ച് ആയിരിക്കും, അല്ലെ? ഇല്ലെങ്കിൽ ഒരു ചൂട്ടുകറ്റ പണ്ട് കാലത്താണ്. എന്തുകൊണ്ടാണ്? സോ ലൈറ്റ് ഈസ് ആൻ എനർജി. ആ എനർജിയിൽ പുറകെ നമ്മൾ പോവുകയാണ്. സോ വി ആർ ഫോളോയിങ് ദാറ്റ് എനർജി. സൗണ്ട് ഈസ് ആൻ എനർജി, അല്ലെ? സ്മെൽ ഈസ് ആൻ എനർജി. അപ്പൊ ഒരു ഡൂമിനകത്തിലിരുന്ന് ഈ മണിയടിച്ച് സൗണ്ട് എനർജി ഉണ്ടാക്കി, ധൂപം കൊണ്ട് സ്മെൽ എനർജി ഉണ്ടാക്കി, ലൈറ്റ് കൊണ്ട് ലൈറ്റ് എനർജി ഉണ്ടാക്കി, എത്ര ലെവൽ ഓഫ് എനർജിയാണ് ആ ഡോമിനകത്തിൽ ഇരിക്കുന്നത്. പൂജാരി ആരോ ആയിക്കോട്ടെ, ജാതി ഏതോ ആയിക്കോട്ടെ, ആ ഉണ്ടാക്കുന്ന ഒരു ലെവൽ ഓഫ് എനർജി ഉണ്ട്. ആ എനർജി ലെവൽ എന്താണെന്ന് കമ്പയർ ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് പോകുന്നത് നമ്മൾ നെഗറ്റീവ് ആയിരിക്കും. When a positive terminal touch to a negative terminal, the charge will be discharged. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്, അല്ലാതെ കോമ്പൗണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ ഇത്രയും എനർജൈസ് ചെയ്തിട്ട് തരുന്ന തീർത്ഥം നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം? മേടിക്കും, പുറകിൽ ഇന്നൊരു തല്ലിട്ട് ഇട്ടിട്ടുണ്ട്, ഇന്നാണെങ്കിൽ ഇതും സാധനം മേടിക്കും. തീർത്ഥം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ അറിയാതെ? നമുക്ക് ആർക്കൊക്കെ അറിയാമോ തീർത്ഥം എങ്ങനെ കഴിക്കുന്നു? തീർത്ഥം കഴിക്കുന്നത് ഈ കൈ ഇങ്ങനെ പിടിച്ച്, ഈ 3 വിരൽ മാത്രം പിടിച്ചിട്ട് ഈ കൈക്കുമ്പിളിൽ തീർത്ഥം മേടിച്ചാൽ ആ തീർത്ഥം ഈ വിരൽ തിരിച്ചു പിടിച്ച് നേരെ നമ്മുടെ വായിലോട്ടാണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം ഈ തുമ്പത്ത് വരുന്ന ഇത് മാത്രം നമ്മുടെ പുറയിലൊന്ന് തൊട്ടുവിടണം, സുഷ്മിനായിരിക്കും. നമ്മളതിന് പകരം ചെയ്യുന്നത് തോറ്റി തരും, നമ്മളിങ്ങനെ അടിക്കും, ബാക്കി പുറകോട്ട് വരും. അപ്പൊ ഇത്തരം ക്ഷേത്ര ചിന്തകള് അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങള് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒപ്പം ഒരു 1-2 വിഷയങ്ങളോട് പറഞ്ഞത് നിർത്താം. അതിലൊന്ന്, ഇന്ന് തന്നെ നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയില്ലേ? നിങ്ങൾ ആരെങ്കിലും ഭഗവാനോട് നാളെ വരുമ്പോ കാണണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്? പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞു? എന്താ കാരണം അറിയാം? നമ്മൾ അലാറം വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരല്ലേ. നാളെ ഉണരുമെന്ന് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല, പക്ഷെ നമ്മൾ അലാറം ഇന്നും പോയി കാത്തിട്ട് വയ്ക്കുക അലാറം. നാളെ ഉണരുമോ ഒരൊറപ്പില്ല എന്ന് പറയുന്നത് പോലെ നാളെ ഭഗവാനെ നമ്മളിവിടെ കാണാൻ എത്തുമോ എന്നുള്ളതിന് വല്ല ഉറപ്പുണ്ടോ? അതിനൊരു 3 ശ്ലോകമുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ കെട്ടിയേക്കുന്ന മണ്ഡപത്തിൽ ഇരുന്നതിന് ശേഷം ഈ 3 വരി പറഞ്ഞിട്ട് പോയി നോക്കും, നമുക്ക് ജീവിതത്തിന് ഒത്തിരി കാര്യം കിട്ടും. അതിലൊന്നാണ് അനായാസേന മരണം. അനായാസേന മരണം. വണ്ടി ഇടിച്ച് ചാകരുത്, വെന്റിലേറ്ററിൽ കിടക്കരുത്. അനായാസേന മരണം. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, കിടന്ന് മരിക്കാൻ ഇടവരരുത്. കൈയും കാലും ഒടിഞ്ഞ് ICU-നകത്ത് കിടന്ന് പബ്ലിക്കിനെയും കാണിക്കാതെ നമ്മുടെ വീടിന്റെ ആധാരം വരെ വിറ്റ് ആശുപത്രി കൊണ്ട് കൊടുത്ത് അനായാസേന മരണം. പരസഹായേന ജീവിതം. മറ്റൊരുത്തന്റെ സഹായത്താൽ ജീവിക്കാൻ പാടില്ല. നമ്മൾ അവൻ്റെ നിന്ന് കടം മേടിച്ചു, അവൻ നമ്മുടെ കുടുംബത്തിനെ ശപിച്ചു, തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ആത്മഹത്യ ചെയ്തു, പാടില്ല. പരസഹായേന ജീവിതം. പിന്നീടുള്ളത് തവദർശനം. തവദർശനം. ഇനിയും ഭഗവാനെ കാണണം.
അപ്പൊ അതുകൊണ്ട് ഇനിയും ഞാൻ വരുമ്പോൾ ഭഗവാനെ കാണണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. ബാക്കി ഭഗവാൻ. അപ്പൊ ഇതൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന, വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു ചെറിയ കഥയോടെ പറഞ്ഞു ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കാം. ഒരിക്കലൊരു പിതാവ് വളരെ വില കൂടി ഒരു വേൾഡ് മാപ്പ് വീട്ടിൽ മേടിച്ചു വെച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ ഈ വേൾഡ് മാപ്പ് ഒന്നും അറിയത്തില്ല, എന്താ അതുകൊണ്ട് അറിയത്തില്ല. അച്ഛൻ വെളിയിൽ പോയി വന്നപ്പോ ഈ വേൾഡ് മാപ്പ് ഇവൻ കീറി പല തുണ്ടുകളാക്കി വെച്ചിരുന്നു. 3 മണിക്കൂർ അദ്ദേഹം ശ്രമിച്ചു നോക്കി. സൂയസ് കനാൽ എവിടെ, അന്റാർട്ടിക്ക എവിടെ, ഇങ്ങനെ ഓരോന്നും നോക്കി നോക്കും. ഒന്ന് നോക്കുമ്പോ ഒന്നും നോക്കുന്നില്ല, വേൾഡ് മാപ്പ് ആകുന്നില്ല. അപ്പൊ ഇദ്ദേഹം മകന്റെ അടുത്ത് പറഞ്ഞു, നീ തന്നെ നശിപ്പിച്ചല്ലേ, നീ തന്നെ ശരിയാക്കാൻ പറഞ്ഞു. അച്ഛൻ നോക്കി നിൽക്കെ 3 മിനിറ്റ് കൊണ്ട് ഇവൻ വേൾഡ് മാപ്പ് ശരിയാക്കി. അച്ഛൻ ചോദിച്ചു, നീ സാമൂഹ്യ പാഠം പഠിക്കുന്നില്ല, സൂയസ് കനാൽ എവിടെയാന്ന് അറിയുന്നില്ല, അന്റാർട്ടിക്ക എവിടെയാന്ന് അറിയുന്നില്ല, അമേരിക്ക എവിടെയാന്ന്, നീ എങ്ങനെയാണ് ഇത് ശരിയാക്കി? അപ്പൊ അച്ഛനോട് മകൻ പറഞ്ഞു, അച്ഛ ഏത് വേൾഡ് മാപ്പ്, എനിക്ക് വേൾഡ് മാപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ല, പിന്നെ നീ എങ്ങനെ ഇത് ശരിയാക്കി? അച്ഛാ അതാണ് ഈ കാണുന്ന സിനിമാ നടന്റെ പടമാണ് ഇതിന്റെ ഒരു സൈഡില്. ഞാൻ അയാളുടെ മൂക്ക്, കണ്ണ് ഇതെല്ലാം കൂടെ നേരെയാക്കി, ഞാൻ അത്ര ചെയ്തുള്ളൂ. അതായത് ഒരു വശത്ത് ഒരു മനുഷ്യന്റെ പടം ശരിയായപ്പോൾ മറുവശത്ത് ഒരു വേൾഡ് ശരിയാകുക. ആ മുഖം ശരിയാക്കാനുള്ള വ്യക്തികൾ നമ്മളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന ഇതിന് ഭാരമായിരുന്നത് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.